sins and griefs to bear. What a privilege to carry everything to God in prayer. Oh, what peace we often fulfill. Oh, what needless pain we bear. All because we do not carry everything to God in prayer. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിലൂടെ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിന് നന്ദി കരേറ്റുന്നു. അവനെ വിശ്വസിച്ച് രക്ഷപ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയിലും സഹോദരങ്ങളോടുള്ള കൂട്ടായ്മയിലും നിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിന്നോടും പരിശുദ്ധാത്മാവരോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 25-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവകുഞ്ഞാടിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, വഞ്ചനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. ലോകപാപചുമടിൽ ശിരസ്സു കൊണ്ടു ചുമന്നൊളിപ്പതിന് കുരിശെടുത്തു ഗോൽഗോഥാവിൽ പോയോനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. വഴിയും സത്യവും ജീവനുമിവനെ, അവനരികിൽ വരുവിൻ വഴിയും ആശ്വാസമേകുമേയവൻ. ചുമടൊഴിച്ചവൻ മഴയും മഞ്ഞും പെയ്യുമ്പോഴുള്ള കൃപ ഒഴിയുമേ. മേഘത്തൂണിൽ നിന്നു പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിനു ജയം, അല്ലലെല്ലാം അവനകലെ കളയുമേ. യേശു രാജാവിനോശന്ന നല്ലവനാമേശുനാഥൻ വരും സർവ വല്ലഭ യേശുവേ വേഗം വരണമേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ
യേശുദേവനേ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അത്തരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഋത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധൻ ആകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധൻ ആകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധൻ ആകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റു പറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മെ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹിതം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റു പറയാം. ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തങ്ങളുടെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിഷയങ്ങളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ സൗഖ്യവുമില്ല. അച്ഛന്മാരായി കുറ്റക്കാരായ നിങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യർക്കോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധാത്മാവിനായിട്ട് ഞങ്ങളുടെ മേൽ ദൈവത്തോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തുവിനും കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട്
ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവിനെ സ്തുതിപ്പിൻ. സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം നമുക്ക് ഇപ്പോൾ കേൾക്കാം. 16-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 16. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവ ആകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നമുക്ക് ചേർന്ന് വായിക്കാം. ജീവന്റെ വഴി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ഒന്നാം വാക്യം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ കേൾപ്പി. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10 മുതൽ ഉള്ള ദൈവവാക്യങ്ങളെ കേൾപ്പി. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമിൽ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിലെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പാൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുകയും ഇസ്രായേൽ മക്കളോട് പറക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിപ്പിച്ച ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തു കൂടി കടന്നു പോകും. എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും. അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമിൽ അറിയും. അനന്തരം ഇസ്രായേല്യരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭം അവരുടെ മുമ്പിൽ നിന്ന് മാറി പിൻപിൽ പോയി നിന്നു. രാത്രി മുഴുവൻ മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്ക് രാത്രിയിലെ പ്രകാശം ആക്കിക്കൊടുത്തു. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ച് അവസാനിച്ചു. സക്കരിയാവിൻ്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും
ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ എന്റെ ദാസനായ ദാവീദിന്റെ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രാഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശ്വസനീയവും ഓർക്കുകൊണ്ടാകുന്നു. നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആരാധനയാൽ അവന്റെ ജനത്തിന് പാവത്തിൽ രക്ഷാപരിഹാരം കൊടുക്കാനുമായി നീ അവൻ മുമ്പായി നടക്കും. ഇരുളിലും മരണ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആരാധനയാൽ ഉയർത്തുന്ന പുതിയ നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും എപ്പോഴും എന്നേക്കും ഉള്ളതാണ് തന്നെ. ആമേൻ. രണ്ടാം പാട്ട്. ഇന്നത്തേക്ക് സഞ്ചരിക്കുന്ന രണ്ടാം വേദമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള ദൈവവചനങ്ങളെ കേൾക്കും. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പൊയ്പോത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി, യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമില്ലാത്ത അപവാദങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ച് ഉരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവന് ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളുരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഇവിടെ രണ്ടാം വേദപാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നുവെന്ന് ഞങ്ങൾ അനുസരിച്ച് കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു.
പ്രവാചകന്മാരുടെ പ്രസംഗത്തെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേക പുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ എല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ച് കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിഖിൽ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി ജ്ഞാനകീർത്തനങ്ങളിൽ 262 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശു, നീയല്ലാതാരുമില്ല, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശു, നീയല്ലാതാരുമില്ല, നീയല്ലാതാരുമില്ല. സാധുക്കൾക്കായി വലഞ്ഞാലഞ്ഞതും ആളുകൾക്കായി ജീവൻ വീഴിഞ്ഞതും പാടുകൾ പെട്ടതും നായക, നീയല്ലാതാരുമില്ല. ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുക്കു നീയല്ലാതാരുമില്ല, നീയല്ലാതാരുമില്ല. ദൈവമഹത്വത്തിൽ താൻ വരുമ്പോൾ, ജീവകിരീടത്തെ താൻ തരുമ്പോൾ, അപ്പോഴും ഞങ്ങൾ പാടിടുന്നതാ, നീയല്ലാതാരുമില്ല. യേശുക്കു നീയല്ലാതാരുമില്ല, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുക്കു നീയല്ലാതാരുമില്ല, നീയല്ലാതാരുമില്ല. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സ്നേഹവാനും വിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥാപിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നിന്റെ വചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. നീ ഞങ്ങളോട് കൂടെയിരിക്കണമേ. കർത്താവെ, വഴിയും സത്യവും ജീവനുമായി നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ധ്യാനം ഏവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. യേശു മിശിഹായിൽ ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ന്
COVID-19 വ്യാപനം കേരളത്തിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ലോകമാകമാനവും ഈ വൈറസ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ വീണ്ടും ഒരു ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നാം എത്തിപ്പെട്ടിരിക്കുന്നു. പല നല്ല ശീലങ്ങളും നമുക്ക് പഠിക്കുവാൻ ഇത് മുഖാന്തരം സാധിച്ചു. മാസ്ക് ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുക, ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക, സ്വയനിയന്ത്രിതമായ ഒരു ജീവിതക്രമം തന്നെ നമ്മിലേക്ക് നേടുവാൻ ഇതുമൂലം സാധിച്ചു. പല സ്ഥലങ്ങളും ഈ വൈറസിൻ്റെ വ്യാപനത്തിൽ ഭീതിയിൽ ആയിരിക്കുന്നു. അനേകർ ഈ ഭൂമുഖത്ത് നിന്നും മാറ്റപ്പെട്ടു പോയിരിക്കുന്നു. നാളെ എന്തായി തീരുമെന്നുള്ള ഒരു വേവലാതി എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മെ ദൈവം കരുതും എന്ന വലിയ വിശ്വാസം നമുക്ക് ഉണ്ട്. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തെയും മാനവ ജാതിയെയും വിടുവിക്കേണ്ടതിനായിട്ട് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ഉയർപ്പിന് ശേഷം 4-ാം ഞായറായ ഇന്ന് നമുക്കൊരുമിച്ച് ചിന്തിക്കുവാനുള്ള വിഷയം വഴിയായ ക്രിസ്തുവിലുള്ള വിശ്വാസം, ബിലീവിങ് ഇൻ ക്രൈസ്റ്റ് ദ വേ എന്നുള്ളതാണ്. യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആത്മാർത്ഥമായി സംസാരിക്കുന്നതാണ് നാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. യോഹന്നാൻ ഇവിടെ പറയുന്നു, യേശുവിൻ്റെ ഞാനാകുന്നു എന്ന പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യോഹന്നാൻ 14:6 പറയുന്ന ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നത്. പുതിയ നിയമ വിശ്വാസികളുടെ വലിയ ഉറപ്പും ധൈര്യവും അതുതന്നെ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ നടക്കാൻ, ആ സത്യത്തിൽ സഞ്ചരിച്ച് സമൃദ്ധിയായ ജീവൻ പ്രാപിക്കാൻ ഇടയാകണം. ക്രിസ്തു തൻ്റെ സംഭാഷണത്തിൽ തന്നിലൂടെ സാധ്യമാകുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ എത്തിക്കുന്നതായി കാണാം. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കുവാൻ പോകും. ഒരിക്കൽ കഴിഞ്ഞാൽ തിരികെ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. സ്വർഗത്തെക്കുറിച്ചും അവിടേക്കുള്ള വഴിയെക്കുറിച്ചും ക്രിസ്തു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഇതെല്ലാം ശ്രദ്ധയോടെ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് തോമസ് ആത്മാർത്ഥമായ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. യേശു പോകുന്ന വഴി അറിയാൻ ആഗ്രഹം തോമസ് പ്രകടിപ്പിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? തോമസിനെ പറ്റി നമുക്കറിയാം. മനസ്സിലാകാത്ത കാര്യത്തെ മനസ്സിലായി എന്ന് ഒരിക്കലും പറയാത്ത ആൾ. തോമസ് അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ള ആളും അതേസമയം വ്യക്തതയില്ലാത്ത കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി അറിയുവാനുള്ള വാഞ്ചയുമുള്ള ശിഷ്യനുമായിരുന്നു എന്ന് കാണാം. തോമസിന് എല്ലാം ഉറപ്പു വരണം. തൻ്റെ സംശയം ഉന്നയിക്കാനും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ തുറന്ന് ചോദിക്കുവാനും അവനൊരിക്കലും മടിച്ചില്ല. അവൻ്റെ സംശയ നിവാരണത്തിനായിട്ടാണ് യേശു മറുപടി പറയുന്നത്, ഞാനാണ് വഴി, പിതാവിലേക്കുള്ള വഴി, അനുഗ്രഹത്തിൻ്റെതായുള്ള വഴി, നന്മയിലേക്കുള്ള വഴി, ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള വഴി. ഈ പ്രപഞ്ചത്തെയും
ദൈവരാജ്യത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് അല്ലെങ്കിൽ വഴിയാണ് യേശു. തൻ്റെ കഷ്ടത, മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം എന്നിവയിലൂടെ യേശു പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള വഴിയായി തീരുന്നു. യേശു വഴി ചൂണ്ടിക്കാണിക്കുന്ന ഒരാളല്ല, പിന്നെയോ അവൻ പോകേണ്ടുന്ന വഴിയാണ്. വഴി എന്ന പ്രതീകം ഈ ലോകത്തിലെ പല ഗുരുക്കന്മാരും ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രീബുദ്ധൻ യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി കണ്ടുപിടിച്ചതായി അവകാശപ്പെട്ടു. കൺഫ്യൂഷ്യസ് തൻ്റെ ഉപദേശങ്ങൾ യഥാർത്ഥ വഴിയാണെന്ന് ഉപദേശിച്ചു. എന്നാൽ യേശു മാത്രമേ താൻ തന്നെയാണ് യഥാർത്ഥ വഴിയെന്ന് അവകാശപ്പെട്ടിട്ടുള്ളൂ. വഴി എന്നാൽ രക്ഷയ്ക്കുള്ള മാർഗം എന്നാണ് അർത്ഥം. നാശത്തിലേക്കല്ല, രക്ഷയിലേക്ക് നടത്തുന്ന വഴി എന്ന് നമുക്ക് കാണാം. ക്രിസ്തുവിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്. അത് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ശിഷ്യന്മാർക്ക് പ്രയാസമായിരുന്നു. നമ്മുടെ ഇന്നത്തെ സ്ഥിതിയും ഒട്ടും വിഭിന്നമല്ല. ക്രിസ്തു എന്ന വഴിയിലേക്കും ക്രിസ്തുവിൻ്റെ വഴിയിലേക്കും എത്തിപ്പെടാൻ നാം ഇനിയും ഏറെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ മിസ്രയീമിൽ നിന്നും മോചനം പ്രാപിച്ച ഇസ്രായേൽ ജനം ചെങ്കടലിന് മുമ്പിൽ പകച്ച് നിൽക്കുന്നു. അവരുടെ യാത്രയിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധി, മുമ്പിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോന്റെ സൈന്യം. ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ജനത്തിൻ്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. അവർ പറയുന്നു, ഇതിലും നല്ലത് പഴയ അടിമത്വം തന്നെ ആയിരുന്നു എന്ന്. ദൈവം നമ്മെ വഴി നടത്തുന്ന നിമിഷങ്ങൾ മറന്നു പോകുമ്പോൾ നമ്മുടെയും പ്രതികരണം ഇതുതന്നെയല്ലേ? ഈ സന്ദർഭത്തിൽ ദൈവം മോശയോട് പറയുന്നു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. പുറപ്പാട് പുസ്തകം 14:15. അങ്ങനെ മോശ വടി കടലിന്മേൽ നീട്ടി അതിനെ ഭുജിച്ചു. ചെങ്കടൽ 2ആയി ഭാഗിക്കപ്പെട്ടു. അതിലൂടെ അവർ അക്കരെ കടന്നു. ഇങ്ങനെ ദൈവം തുറന്നു തരുന്ന വഴി നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് നൽകുന്ന പ്രത്യാശയാണ്. വഴിയാകുന്ന ക്രിസ്തു പ്രതിസന്ധികളിൽ നമുക്ക് ധൈര്യവും ശക്തിയും നൽകി വഴി നടത്തും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 19 മുതൽ 34 വരെ നാം കാണുന്നത് ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസിനെയും ശിലാസിനെയും ആണ്. പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ ദൈവം പൗലോസിനെയും കൂട്ടരെയും സുവിശേഷത്തിനു വേണ്ടി പലതും ചെയ്യുവാൻ സഹായിച്ചു. ഫിലിപ്പിയിൽ വെച്ച് ലിഡിയ എന്ന സ്ത്രീയെയും അവളുടെ കുടുംബത്തെയും ദൈവത്തിങ്കിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. അവളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളുകൾക്ക് ഇത് യാതൊരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല. അവരുടെ എല്ലാ ബിസിനസ്സും നഷ്ടപ്പെട്ടു പോകുന്നതാണ് അവസ്ഥ. ഇത് മുഖാന്തരം അവർക്ക് പലതും നഷ്ടപ്പെട്ടതിനാൽ പൗലോസിനെയും ശിലാസിനെയും കാരാഗൃഹത്തിലേക്ക് ഇടുവാനായിട്ട് കാരണമായി തീർന്നു. എന്നാൽ അവർ അവിടെ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലുകളൊക്കെയും തുറന്നുപോയി. അവിടെ കഷ്ടതയിൽ പൗലോസിനും ശീലാസിനും ശുശ്രൂഷയുടെ ഒരു പുതിയ വഴി തുറന്ന് കിട്ടുന്നു. കാരാഗൃഹ പ്രമാണിയും കുടുംബവും ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതായി കാണാം. രക്ഷയുടെ അനുഭവം എന്നത് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവമാണ്. ഇത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്ന അനുഭവമാണ്. ഇത് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ മാത്രമേ നമുക്ക് ലഭ്യം ആകുകയുള്ളൂ. വളരെ തിരക്കേറിയ ലണ്ടൻ നഗരം, വീട്ടിലേക്കുള്ള വഴി തിരക്കുകളുടെ നടുവിൽ റോഡ് മറന്നുപോയ ഒരു ബാലനെ നമുക്ക് കാണാം. ആ ബാലനെ സഹായിക്കുവാനായി ഒരു ട്രാഫിക് പോലീസ് അവിടെ എത്തുകയാണ്.
ആ ട്രാഫിക് പോലീസ് ആ പൈതലിനോട് പല വഴികളുടെ പേരും സ്ഥാപനങ്ങളുടെ പേര്, കെട്ടിടങ്ങൾ, സ്ഥലപ്പേരുകൾ ഒക്കെ പറഞ്ഞിട്ടും അവൻ പോകേണ്ട വഴി ഏതെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അവസാനം ആ പോലീസുകാരൻ ആ നഗരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പള്ളിയുടെ കുരിശ് അവനെ പൊക്കി കാണിക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, മോന് ആ കുരിശും പള്ളിയും അറിയാം? അവനെപ്രകാരം മറുപടി പറഞ്ഞു, അങ്കിൾ, എന്നെ ആ കുരിശിനടുത്തേക്ക് നയിച്ചാലും വീട്ടിലേക്കുള്ള വഴി ഞാൻ അവിടെ നിന്നും കണ്ടെത്തിക്കൊള്ളാം. എത്ര ശ്രേഷ്ഠമായ മറുപടിയാണത്. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് സ്വർഗീയമായ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ചുമതല ഏറ്റെല്ലാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. കന്യാമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു, കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ജീവിക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയില്ലാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തെ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങൾ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ബലം നൽകണമേ. ആമേൻ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിലുമെന്നും ജന്മദിവസം കൊണ്ടാടിയവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാൻ. പ്രത്യേകമായി ജന്മദിവസം കൊണ്ടാടിയവർ ടാനിയ മേരി നൈനാൻ, KM ജോൺ, സെൽവരാജ് വിജയൻ, സുജ സൂസൻ ജേക്കബ്, മനു M ജോൺ, വിനീത് P ജോർജ്, രാജം ജോൺ, ജോർജ് വർഗീസ്, അനിൽ ജോൺ, ജോൺ എബ്രഹാം, റോഷൻ രാജു, സ്മിത മാത്യു, ബോബി ജോൺ, മാത്യു TC, ജിതിൻ ജോസഫ്, അഖിൽ ഷാജി, സുരേഷ് K മാത്യു. വിവാഹവാർഷികം കൊണ്ടാടിയവർ മാത്യു TC ആൻഡ് ലീലാമ്മ മാത്യൂസ്, ക്ലെമന്റ് സോളമൻ ആൻഡ് ഫെൽസി ക്ലെമന്റ്, ബെഞ്ചമിൻ വിജയ് ആൻഡ് വത്സമ്മ ബെഞ്ചമിൻ.
എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ നാളുകൾ പെരുകുന്നത് നിന്റെ കൃപ കൊണ്ട് മാത്രം ആകുന്നുവല്ലോ. കഴിഞ്ഞ ആഴ്ചയിലും ഇന്നും ജന്മദിവസം കൊണ്ടാടിയവരെയും വാർഷികം കൊണ്ടാടിയവരെയും ഞങ്ങൾ തിരുമുമ്പിൽ ഓർക്കുന്നു. വേറെ ഒരു ആണ്ടിൻ്റെ ആരംഭത്തിലേക്ക് നീ അവരെ സുഖത്തോടും സമാധാനത്തോടും കൊണ്ടുവന്നിരിക്കുന്നതിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലത്തെ അവരുടെ പാപങ്ങളെല്ലാം അവരോട് ക്ഷമിച്ച് അവരുടെ ആയുസ്സിൻ്റെ എല്ലാ നാളും അവരോട് കൂടെ ഇരിക്കണമേ. തിരുക്കൃപ പ്രകാശത്തിൽ അവരെ നടത്തുകയും മഹത്വ രാജ്യത്തിനായി അവരെ ഒരുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധി വണക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവം ഭാഗെ സമർപ്പിക്കാം. സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി ദൈവം നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കുന്നതായുള്ള വിധങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നിന്നെ ആരാധിപ്പാനും സ്തുതിപ്പാനും ലഭിക്കുന്ന ഭാഗ്യ അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുടെ മധ്യത്തിൽ നമ്മെ വഴി നടത്തുന്നവനായുള്ള ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം COVID-19 വ്യാപനത്തിൽ വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടം, ആ വ്യാപനത്തിൽ നിന്നും ലോകത്തെയും മാനവജാതിയെയും വിടുവിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് വിനയമായി അപേക്ഷിക്കാം. അനേക കുടുംബങ്ങളിൽ പല വ്യക്തികൾ ഇത് മുഖാന്തരം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ആ കുടുംബാംഗങ്ങളെ നീ തന്നെ ആശ്വസിപ്പിക്കണമേ. നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സഹായിക്കണമേ. പ്രത്യേകമായി ഈ COVID-19 പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് പ്രവർത്തകരെയും എല്ലാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരെ നിന്റെ ഹിതപ്രകാരം വഴി നടത്തേണ്ടതിനായിട്ട്, അവരെ കാത്തു പരിപാലിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പല വിധത്തിലുള്ളതായ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്നതായുള്ള അനേകർ ഈ ഭൂമുഖത്തുണ്ട്. അവരെ ഓരോരുത്തരെയും വിടുവിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാദേവിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാദേവി അധ്യക്ഷനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛന്മാരെയും ഉപദേശിമാരെയും സിസ്റ്റർമാരെയും മറ്റുള്ള എല്ലാ പ്രവർത്തകരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം
വിശ്വസ്തയോടുകൂടി ചെയ്യുവാനായിട്ട് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയിലെ കമ്മിറ്റി അംഗങ്ങളെയും ഡയസിംഗ് കൗൺസിൽ മെമ്പേഴ്സിനെയും വിവിധ സംഘടനകൾ, സെൻട്രൽ സ്കൂള്, വിമൻസ് ലോഡ്ഷിപ്പ്, യുവജന സഖ്യം, കൊയർ, സീനിയർ ഫെലോഷിപ്പ്, അങ്ങനെയുള്ള എല്ലാ ഫെലോഷിപ്പുകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ഹിതപ്രകാരം അവർ വളർന്നു വരുവാനായി അന്വധ്വാനിക്കുന്ന ഏവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനുള്ള സാഹചര്യം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തന്നെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് മാതാപിതാക്കന്മാർക്ക് അവരെ വേദവചനത്തിൽ നിന്ന് പഠിപ്പിക്കുവാനായിട്ട് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലുള്ള ഓരോ കുടുംബാംഗങ്ങളെയും വ്യക്തികളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ എന്തെന്നുള്ള വലിയ ചിന്തയിൽ പലരും അകപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നെല്ലാം നമ്മെ ഓരോരുത്തരെയും വിട്ടുപിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവിൻ്റെ സംഭവങ്ങളെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമേ, നിന്നോട് കൂടെ ചേരുവാനായിട്ട് ഞങ്ങളെ തന്നെ ഒരുക്കുവാനുള്ള വലിയ അവസരമാക്കി ഇതിനെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ നമുക്ക് ദൈവമുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. താഴെ വരുന്ന പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാപിതാവേ, ചെറുതായിട്ടും സകല മനുഷ്യരോടും നിനക്കുള്ള ആശ്രയത്തിനായിട്ടും ആഗ്രഹത്തിനായിട്ടും ഞങ്ങളിലേക്ക് മഹാവിനിയും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിനെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാവരുമായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലപിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായകൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളോട് നീതിയും വിശുദ്ധിയോടും നീതിയോടും നിലവാരമുള്ളതിന് അങ്ങയുടെ അലകൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ മരണങ്ങളിലൂടെ നിന്റെ സ്തുതിയെ കുറിച്ചപ്പെടുത്തേണ്ടതിനും നിന്റെ സകലങ്ങളെയും കുറിച്ച് കടകളായ ബോധം ഞങ്ങൾ തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സകല ബഹുമാനവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കന്നയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങൾ കർത്താവായ യേശു മിശിഹ മൂലം കൃപ അല്ലണമേ. വഴിപാട് സ്വീകരിക്കുന്ന സമയത്ത് ജ്ഞാനകീർത്തനങ്ങളിൽ 390 പാട്ട് നമുക്ക് ചേർന്ന് പാടാം. സൽപ്രകാശം കണ്ടേ എൻ മനോഭാരവും നീങ്ങിപ്പോയി വിശ്വാസത്താൽ കിട്ടി കാഴ്ചയുമപ്പോൾ സന്തതം ഞാൻ ഭാഗ്യവാൻ തന്നെ. ഈശോ നാമം ഞാൻ അറിയും അതൊന്നെന്നാശ്രയം സമ്പാദിച്ചിട
ക്രൂശിങ്കൽ സൽപ്രകാശം കണ്ടേ എൻ മനോഭാരവും നീങ്ങിപ്പോയി വിശ്വാസത്താൽ കിട്ടി കാഴ്ചയുമപ്പോൾ സന്തതം ഞാൻ ഭാഗ്യവാൻ തന്നെ. ക്രൂശിങ്കൽ സൽപ്രകാശം കണ്ടേ എൻ മനോഭാരവും നീങ്ങിപ്പോയി വിശ്വാസത്താൽ കിട്ടി കാഴ്ചയുമപ്പോൾ സന്തതം ഞാൻ ഭാഗ്യവാൻ തന്നെ. ഈ വഴിപാടിനെ ദൈവം ഭാഗ്യം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇത് അർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ ഈ വലിയ അവസരത്തിനായിട്ട് വീണ്ടും നന്ദി അർപ്പിക്കുന്നു. നിന്റെ സന്നിധിയിലായിരിക്കാനും നിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനും നിന്നോട് ഞങ്ങളുടെ അഭിയാചനങ്ങളെ അർപ്പിക്കുവാനും നൽകിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുവിൻ്റെ പാതകളിൽ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ വഴി പഠിപ്പിക്കുന്നവരാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. ആ ദൈവത്തിൻ്റെ പാതകളെ പിന്തുടരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യതയുള്ളവരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇടങ്ങളിലും ഇരുന്നു കൊണ്ട് തന്നെ സ്തുതിപ്പാൻ സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, COVID-19 വ്യാപനത്തിൽ ദുഃഖിക്കുന്ന ആളുടെ അനേകരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയിൽ നിന്നും കർത്താവെ എല്ലാവരെയും നീ എന്നെ വിടുവിച്ചു കൊള്ളണമേ. നിന്റെ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം കൂട്ടായ്മയും കാവലും നമ്മുടെ അവരോടും കൂടെ എന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആരാധനയുടെ അവസാനമായി ജ്ഞാനകീർത്തനങ്ങളിൽ 260 പാട്ട് നമുക്ക് ചേർന്ന് പാടാം.
ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വീണ്ടും അങ്ങയുടെ പാദപീഠത്തെങ്കിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ ആരാധനയിൽ ആദ്യാവസാനം നീ കൂടെ ഇരുന്നതിനാ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൽ ജീവിപ്പാനും നിന്നോട് കൂടെ പാർക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ യോഗ്യതയുള്ളവരാക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ പറഞ്ഞയക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ.